ഹായ്. ഒരു മാസത്തിന് മേലെ ഞാൻ വീഡിയോ ശരിക്ക് ചെയ്തിട്ട്, അത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ, അച്ഛൻ മരിച്ചിട്ടിപ്പം ഏകദേശം ഒരു മാസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ വീഡിയോ ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം വരുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് ഒന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂണിവേഴ്സലായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. അതായത് ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ കുട്ടികളെന്നോ ഇല്ലാത്ത ഒരു 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 യൂണിവേഴ്സലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ, ഏതെങ്കിലും ഒരു സമയം, കുറച്ച് സമയം, ഒരു ദിവസം കുറച്ച് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം, ഉദാഹരണത്തിന് ചിത്രം വരയോ, പാട്ട് പാടലോ, ഡാൻസോ, എന്ത് അങ്ങനത്തെ അതുപോലെയുള്ള നിങ്ങൾക്ക് ഉള്ള ആക്ടിവിറ്റി, ഫോട്ടോഗ്രാഫിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാൾക്ക് ഓരോ ഹോബി ഉണ്ട് എന്ന് പറയുന്നത്, ടി വി കാണില്ല, മൊബൈൽ വാച്ചിങ്. അപ്പോൾ ഇതൊക്കെ ചെയ്തോളൂ, ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കതിൽ കഴിവുണ്ടെന്ന്. നിങ്ങൾക്ക് ആ കഴിവ് ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ അത് എപ്പോഴും പറയാറുണ്ട്. ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ താല്പര്യം മറ്റൊരാളുടെ താല്പര്യം ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ വേറൊരാളോട് നമ്മൾ ചോദിക്കുന്നു, നമ്മളിപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്യാൻ താല്പര്യമുണ്ട്, വേറൊരാൾക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അവർ പതുക്കെ നൈസായിട്ട് അവർ വേറൊരാളോട് അത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യം നിങ്ങളടിച്ചേൽപ്പിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഊതിക്കെടുത്തുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റാവുന്ന വിധം നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത്, നിങ്ങൾക്ക് ഇപ്പോൾ പലതരത്തിലുള്ള ജോലി ഉണ്ടാവും, ഉത്തരവാദിത്വം ഉണ്ടാവും, അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഹോബികളിൽ നിങ്ങൾ മുഴുകണം. കാരണം എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതം കുറച്ചും കൂടി ഒരു രസകരമാവുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കഴിവ്, യഥാർത്ഥ കഴിവ് അതിലുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തും വരും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള ചില ആളുകൾ നിനക്കത് പറ്റൂല എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നിസ്സരിക്കുന്ന ചില ആളുകളുണ്ടാവും. എപ്പോഴും നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവും, നമ്മുടെ കുടുംബക്കാരിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിലായിരിക്കും, നാട്ടുകാരിലായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് പറ്റാവുന്നത് നിങ്ങൾ ചെറുതായിട്ട് ചെയ്യുക. ഇനി അതിൽ നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യും, ഏകദേശം ഫീൽ ചെയ്യും ഈസ് ഓക്കെ ആണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ തന്നെ അതുമായിട്ട് മുന്നോട്ട് പോവുക. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാം. നമ്മുടെ നാട്ടിലിപ്പം നടക്കുന്ന നമ്മുടെ നാട്ടിലിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും, ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ചിലപ്പോൾ ഒരു ചെറിയൊരു ക്രിയേറ്റീവ് മൈൻഡിൽ വന്നതായിരിക്കും. നമ്മുടേതായിട്ടുള്ള പല കൃതികളും അവരുടേതായിട്ടുള്ള ക്രിയേറ്റീവ് മൈൻഡിൽ വന്നിട്ടുള്ളതാണ്. നമ്മുടെ സാമൂഹ്യ മാറ്റങ്ങൾ ഓരോരുത്തരുടെ മാറി ചിന്തിക്കുന്ന ആളുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.